പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി നിർണായക നീക്കമെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി കൂട്ടാൻ പോകുന്നു. ഗ്രാമവികസന മന്ത്രാലയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അനൂപ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം, അതും ഒരുപാട് മേഖലകളെ സ്പർശിക്കുന്ന, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്പർശിക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ കൂടി കണക്കിലെടുത്താണോ കേന്ദ്ര സർക്കാരിന്റെ നീക്കം? ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയോ? ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. പ്രജീഷ് പറഞ്ഞ പോലെ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരുപക്ഷെ NDAക്ക് BJP സർക്കാരിന് രാജ്യത്തിന് മുന്നിലേക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിന് മുൻപത്തെ കാര്യമെന്ന നിലയിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിക്കുന്നത്. കാരണം രാജ്യത്തെ 14.5 കോടി ജനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് സജീവമായി ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുകളായി വർത്തിക്കുന്ന കുറേയേറെ കാര്യങ്ങളിൽ ഒന്ന് എന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ വിശേഷിപ്പിക്കാം. ഇങ്ങനെ കൂലി വർദ്ധിപ്പിക്കുമ്പോൾ 14.5 കോടി ആളുകൾക്ക്, അത്രയും കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത്രയധികം വലിയ ഒരു ആശ്വാസം ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യമാകുമെന്ന് സർക്കാർ BJP വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോവുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് അതിനൊരു അനുമതി വാങ്ങിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാജ്യത്തിപ്പോൾ പല തട്ടിലാണ് ഈ കൂലി, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയുള്ളത്. 220 രൂപ മുതൽ 357 രൂപ വരെയുണ്ട്. 357 രൂപ ഒരു ദിവസത്തെ തൊഴിലിന് ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. കേരളത്തിൽ 333 രൂപയാണ് ഒരു ദിവസത്തെ തൊഴിലിന് ലഭിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു 30 രൂപയോളമുള്ള വർധനവ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. ഈ ആഴ്ച തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൽ നിന്ന് പുറത്തു വരാനാണ് സാധ്യത.